നവീന ശിലായുഗം മുതലാണ് മനുഷ്യനാദ്യമായി മൺപാത്രം ഉപയോഗിച്ചു തുടങ്ങിയത്. കുലാലയ ചക്രങ്ങളുടെ കണ്ടുപിടുത്തമാണ് മൺപാത്രങ്ങളുടെ നിർമ്മാണത്തിലേക്ക് മനുഷ്യരെ നയിച്ചത്. ചരിത്ര കാലഗണനയെ പറ്റി വ്യക്തമായ വിവരങ്ങൾ തരുന്നതിനാൽ മൺപാത്ര അവശിഷ്ടങ്ങളെ കാലഗണനാശാസ്ത്രത്തിൻ്റെ അക്ഷരമാല എന്നാണ് ചരിത്രകാരന്മാർ വിളിക്കുന്നത്. കേരളത്തിൽ കുശവൻ, കുലാല, കുംഭാരൻ, ഓടൻ, വേളാൻ, ആന്ധ്രനായർ എന്നിങ്ങനെ വ്യത്യസ്ത പേരുകൾ അറിയപ്പെടുന്ന ജാതി വിഭാഗങ്ങളാണ് ഇന്ന് മൺപാത്ര നിർമ്മാണം കുലത്തൊഴിലാക്കിയിട്ടുള്ളത്. നേരിയ വ്യത്യാസങ്ങളോട് കൂടിയ 3-4 തരം കളിമണ്ണും അരുവികളിൽ നിന്ന് ലഭിക്കുന്ന ചുവന്ന മണ്ണും ചേർത്ത് കുഴച്ചെടുക്കുന്ന മിശ്രിതം കുലാലയ ചക്രത്തിൽ വെച്ച് മെനഞ്ഞെടുക്കുന്നതാണ് മൺപാത്രങ്ങൾ. സാങ്കേതിക വിദ്യകളുടെ വികാസത്തോടു കൂടി വൈദ്യുതോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇരുമ്പു ചക്രങ്ങളും കളിമൺ മിക്സറും ചിലയിടങ്ങളിൽ ഉപയോഗത്തിലുണ്ടെങ്കിലും ഇന്നും പരമ്പരാഗത ശൈലിയിൽ കൈകൊണ്ട് പാത്രങ്ങൾ നിർമ്മിക്കുന്നവർ കേരളത്തിൽ ധാരാളമുണ്ട്. അപൂർവം ചില വയലുകളിൽ മാത്രമാണ് കളിമൺ നിക്ഷേപം കണ്ടുവരുന്നത്. അതിനാൽ മൺപാത്ര തൊഴിലാളികൾ ഈ വയലിനടുത്തുള്ള പ്രദേശത്തു തന്നെ കൂട്ടമായി താമസിച്ചു വരുന്നു. ഒരു വർഷത്തേക്കുൾ ആവശ്യമുള്ള മണ്ണ് ആണ്ടിലൊരു ദിവസം ഇത്തരം വയലുകളിൽ നിന്നും ശേഖരിക്കുകയും അത് വീടിനോട് ചേർന്നുള്ള പ്രത്യേകം തയ്യാറാക്കിയ കുഴികളിൽ സംഭരിക്കുകയുമാണ് പതിവ്. കുലാലയ ചക്രം പഴമക്കാർക്കിടയിൽ ചമ്മതി എന്നാണ് അറിയപ്പെടുന്നത്. ഇരുമ്പു ചക്രങ്ങൾക്ക് പകരം പഴന്തുണിയും ചകിരിയും കൊണ്ട് നിർമ്മിക്കുന്ന പരമ്പരാഗത രീതിയിലുള്ള ചക്രങ്ങളും കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇന്നും ഉപയോഗത്തിലുണ്ട്. ഇത്തരം ചക്രങ്ങൾക്ക് പകരമായാണ് സ്വയം പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നതും കറക്കത്തിന്റെ വേഗത കാൽ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്നതുമായ വൈദ്യുത ചക്രങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്നത്. വ്യത്യസ്ത നിറത്തിലും വർണ്ണത്തിലുമുള്ള മൺപാത്രങ്ങൾ പ്രാചീന ഇന്ത്യയിൽ പ്രചാരമുണ്ടായിരുന്നു എന്നതിനും വ്യക്തമായ തെളിവുകൾ പുരാവസ്തു സൈറ്റുകളിൽ നിന്നും ചിത്രകാരന്മാർ കണ്ടെത്തിയിട്ടുണ്ട്.